സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൌകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ്ജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പംപ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ്ജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൌകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്.
ഇതുവഴി കേരളത്തിലെ ഉൽപാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സംവിധാനമുണ്ടാകും. ഈ സർട്ടിഫിക്കേഷൻ ഉപഭോക്തൃ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉടനീളം കേരളത്തിലെ ഉൽപാദകർക്ക് വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർ, ഫിഷറീസ് സപ്ലാൻ, മത്സ്യലഭ്യതയിലുള്ള കുറവ്, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ, ഉയർന്ന ഇന്ധനവില, വിലയിൽ അസ്ഥിരത എന്നിവ മൂലം മത്സ്യമേഖലയും മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഈ വിഭാഗത്തിന് പദ്ധതി നിർവഹണത്തിൽ ഒരു ഫിഷറീസ് സപ്ലാൻ ആവിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും നിലവിലെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും വിദേശ പഠനത്തിനും സഹായം നൽകും. വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ബോട്ടുകളും വനിതകൾക്ക് മത്സ്യവിപണനത്തിന് സഹായകമായി ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. മിഷൻ സമുദ്രയുടെ ഭാഗമായി പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ പ്രത്യേകമായ പരിഗണന അവർക്ക് ഉറപ്പാക്കും. സർ, കേരള അർബൻ ഗ്രോത്ത് മിഷൻ. കേരളം ഇന്ന് അതിവേഗ നഗരവൽക്കരണ പാതയിലാണ്. ഈ വളർച്ച സാമ്പത്തികമായി ശക്തവും പരിസ്ഥിതി സൌഹൃദവുമായ ആഗോള മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിനായി കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതിക്ക് രൂപം നൽകിയാണ്. സാർ, ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. നഗരങ്ങളിലെ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും സമഗ്രമായ മഴവെള്ള നിയന്ത്രണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിനും പ്രാധാന്യം നൽകും. ഇതിനെല്ലാമായി അർബൻ ചാലഞ്ച് ഫണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. കൂടാതെ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ഭരണ സംവിധാനം പ്രൊഫഷണലാക്കുന്നതിനുമായ പരിഷ്കാരങ്ങളും നടപ്പിലാക്കും. യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപിക്കും. കൊച്ചിയിൽ നിലവിലുള്ള അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. സർ, ഇനി സിനിമയാണ്. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.